അസിഡിറ്റി റമദാൻ വ്രതകാലത്ത് സാധാരണമാണ്. പ്രധാനപ്പെട്ട കാരണങ്ങൾ: ഒന്ന്, ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഫാസ്റ്റിംഗ്, ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ. അതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിലെ ടൈപ്സിലെ മാറ്റം, സമയമാറ്റം, ഇതെല്ലാം അതിൻ്റെ കാരണങ്ങളാണ്. ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിതിന് പരിഹാരമാകും. അത്താഴത്തിൻ്റെയും ഇഫ്താറിൻ്റെയും സമയത്ത് സ്ലോ ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള, അതേപോലെ നാരുകളടങ്ങിയ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ ഇവ ഉപയോഗിക്കുക. വെള്ളം നല്ലവണ്ണം കുടിക്കുക. കൂടാതെ കോഫി, ടീ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതെല്ലാം ഒഴിവാക്കാം. ചെറിയ അളവിലൊക്കെ രാത്രിയൊക്കെ ആവാം. എരിവും എണ്ണയും വറുത്ത ഭക്ഷണങ്ങളും അതുപോലെ കഴിച്ച പാടെയുള്ള ഉറക്കവും ഇതെല്ലാം അസിഡിറ്റിക്ക് കാരണമാകും. മാക്സിമം ഇതെല്ലാം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇടവിട്ട് വെള്ളം കുടിക്കുന്നത് പോലെ കുറച്ച് കുറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഇഫ്താർ സമയത്തും അതിനുശേഷവും അത്താഴ സമയത്തും ഇനി കിടക്കാൻ നേരത്തൊക്കെയുള്ള ചെറിയ അളവിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് അസിഡിറ്റിയെ കുറക്കാൻ സഹായിക്കും. കഴിക്കുന്ന ഭക്ഷണങ്ങൾ സാവധാനത്തിലും ചവച്ചരച്ചും കഴിക്കാൻ ശ്രദ്ധിക്കുക. അതായത് അത്താഴവും ഇഫ്താറൊക്കെ കുറച്ച് സമയമെടുത്ത് കഴിക്കണമെന്ന് മാത്രം. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ അസിഡിറ്റിയെ നമുക്ക് തടയാൻ സാധിക്കും. എന്നാൽ ക്രോണിക്കായിട്ട് അഥവാ ഒരുപാട് കാലമായിട്ടുള്ള അസിഡിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായവും നിർദ്ദേശവും നിർബന്ധമായും തേടേണ്ടതാണ്. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് വൈൽ യു നറിഷ് യുവർ സോൾ. റമദാൻ മുബാറക്.